ഹലോ, ഇന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ നെയ്യപ്പം ഉണ്ടാക്കുന്നത് പോലെ അരി കുതിർക്കുകയോ അരക്കുകയോ അതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറും അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയിൽ ചെയ്യുമ്പോഴാണ് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ റവയും മൈദയും അരിപ്പൊടിയും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ളൊരു ശർക്കരപ്പാനി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് 3 കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം എത്രയാണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുത്ത് നമുക്ക് ഇത് നേരെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ചൂടോട് കൂടിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാതെ ഇരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് പൊടി വെന്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അധികം കട്ടിയില്ല, അതുപോലെ തന്നെ അധികം ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് കിട്ടേണ്ടത്. ഓരോ ബാച്ച് ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് അടുത്ത ബാച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് കിട്ടേണ്ടത്. കണ്ടില്ലേ, ഇത് അധികം ലൂസും ഇല്ല എന്നാലും അധികം കട്ടിയില്ലാത്ത ഈ കൺസിസ്റ്റൻസിയിൽ എടുക്കുക. നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകമാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂണ് മതി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് എള്ളും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് കരിഞ്ജീരകമാണ്. അപ്പോൾ കരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ചേർക്കേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതി, കാരണം ശർക്കരയിലൊക്കെ ഉപ്പ് ഉണ്ടാകും. അപ്പോൾ നോക്കിയിട്ട് ചേർക്കുക. ഇനി വേണ്ടത് ഒരു പിഞ്ച് സോഡാപ്പൊടിയാണ്. അതുകൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ അപ്പം ചുടുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാനുള്ള ഓയിലൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നെയ്യപ്പൊക്കെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇതുപോലെ എണ്ണ മുകളിലേക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലും ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് ഉള്ളു വേവാതെ പോകും. നമ്മുടെ നെയ്യപ്പൊക്കെ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് വെച്ചും നെയ്യപ്പം ചുട്ടെടുക്കാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും അത് നന്നായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടും വേണം ബാക്കി ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. നമുക്ക് അധികം സമയമൊന്നും വേണ്ട. വെറും അരമണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ മാവും വെച്ച് ഞാൻ ഇതേ രീതിയിൽ തന്നെ നെയ്യപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്